അതെ, നമുക്ക് ചെറിയൊരു പൂന്തോട്ടം ഉണ്ടേ. ആകപ്പാടെ അങ്ങ് വൃത്തികേടായിട്ട് കിടക്കുക. മഴയൊക്കെ പെയ്ത് കിടക്കുമല്ലേ. നമുക്കിതങ്ങ് റിനുവേറ്റ് ചെയ്താലോ, നല്ല സെറ്റപ്പ് ആക്കി എടുത്താലോ. ഒരു ചെറിയ ഗാർഡനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. പൂന്തോട്ടം എന്ന് വിചാരിക്കും വിശാലമായ പൂന്തോട്ടമാണ്. അതൊന്നും അല്ല കേട്ടോ. കാരണം ഞാൻ ഈ കമ്പിയൊക്കെ പെറുക്കി മാറ്റാൻ ശ്രമിക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് 2 താമരക്കുളം ഉണ്ട്. താമരക്കുളം എന്ന് വെച്ചാൽ വലിയ കുളമൊന്നും അല്ല, 2 ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. അതെ, ഇതെല്ലാം ആ വേലിയെല്ലാം എടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിശപ്പൂടാണ് അപ്പൊ പണി പാടി. അത് വെച്ചാൽ കമ്പി നന്നായിട്ട് ഉറച്ചിരിക്കാൻ ഞാൻ വലിച്ചു നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. വലിച്ചു പൊക്കി ഉള്ളതൊക്കെ ആട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. ഇവിടെ വെച്ചാണ് എന്റെ പണി പാളിയത്. കമ്പി എടുത്ത് മാറ്റിയപ്പോ എന്റെ തുണി അങ്ങ് കീറി ആ കമ്പിയെ കൊണ്ടിട്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ച പോട്ടെ, നമ്മൾ തുടങ്ങിയതല്ലേ, ഇനി അത് നിർത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പണിക്കിറങ്ങിയപ്പോഴറിയുന്ന രാവിലെ തൊട്ട് തുടങ്ങിയതാ, വൈകുന്നേരമായിട്ടും അതിന്റെ ഡെക്കറേഷൻ ഞാൻ ചെയ്ത് തീർക്കുന്നില്ല. അങ്ങനെ ഓരോ സൈഡിൽ നിന്നും ചെടിച്ചട്ടി മാറ്റും കേട്ടോ. ഇതെല്ലാം 10 മണിച്ചെടിയാണ്. നല്ല രസമാണ് ഇതൊക്കെ ഇരിക്കുന്നത് കാണാൻ. പൂത്ത് നിൽക്കുന്നതാണ്. ഈ മഴ വരുന്ന സമയത്ത് ഇതെല്ലാം ആകപ്പാടെ ശോകമായിട്ട് നിൽക്കാം. ഈ വേലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായി പൂവൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഞാൻ ഈ ചട്ടി എല്ലാം പെറുക്കി മാറ്റുകയാണ്. ഒരേ ചെടിയുണ്ട്, 3-4 ചട്ടിക്കകത്ത് മാറ്റി നട്ടേക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ പണി ഇതൊക്കെയാണ് കേട്ടോ. അതുകൂടാതെ ഒരു റോസ ചെടി ഉണ്ട്, എപ്പോഴും പൂവുണ്ടാകുന്നതാണേ. നമുക്ക് ഈ അടുക്കള വേസ്റ്റ് മാത്രം കൊണ്ടിട്ടാണ് ഇതിന്റെ വളമെന്ന് പറയുന്നത് എല്ലാം. ഞാൻ പിന്നെ എനിക്ക് തന്നെ ഒരു വട്ടൊക്കെ ഉണ്ട്, കല്ലൊക്കെ പെറുക്കി വെച്ച് അവിടെ എവിടെയും കാണുന്ന കല്ലെല്ലാം പെറുക്കിക്കൊണ്ട് വരും. അതിന്റെ മണ്ടയ്ക്കൊക്കെ ഈ ചട്ടിയൊക്കെ കയറ്റി വെക്കുന്നത്. തിരിച്ച് ഇതെല്ലാം പെറുക്കി മാറ്റുമ്പോഴാണ് അതിന്റെ പ്രയാസം അറിയുന്നത്. ഈ കല്ലൊക്കെ വലിയ സിമെന്റ് കല്ല, ഇതൊക്കെ പെറുക്കി എടുക്കുമ്പോഴുള്ള ഇതൊക്കെയാ ആയാസമൊക്കെ ഞാൻ അവിടെ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും പോട്ടെ, നമുക്ക് നല്ലൊരു പൂന്തോട്ടത്തിന് വേണ്ടി എന്തെയോന്ന് കരുതി ഞാൻ വീണ്ടും തുടങ്ങിയ എല്ലാ കല്ലും അവിടെ കിടന്ന വലിയ ഉരുളങ്കല്ലെല്ലാം ഭംഗി കൂട്ടാൻ വേണ്ടി കൊണ്ടുവച്ചാ. അപ്പൊ എല്ലാം പെറുക്കി മാറ്റി വൃത്തിയാക്കിയിട്ടുണ്ട്. 2 താമരക്കുളം അതിനെ കൊണ്ട് പോക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ചെടികളെല്ലാം ഉണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പായൽ പോലത്തെ ചെറിയ പോച്ചയില്ലേ, അതാണേ. നമുക്ക് ഈ നുള്ളി പറിക്കണം. ഇത്ര നേരം എന്ന് വെച്ചോണ്ടാ ഞാൻ പെട്ടെന്ന് തീർക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. പക്ഷെ പെട്ടെന്ന് തീരത്തില്ലെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ കുത്തിയിരുന്ന് എല്ലാം ഇങ്ങനെ നുള്ളി പറിക്കാട്ടോ. വരെ ഞങ്ങളുടെ താമരക്കുളം ഉണ്ട്. എന്താണെന്നറിയത്തില്ല, അപ്പൊ ഒരു 6-7 മാസമായി ഇതൊരു പൂ വന്നിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല, വളമൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അതിൻ്റെ അകത്ത് കുറെ ഗപ്പിയൊക്കെ ഉണ്ട്, അത് ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്യത്തില്ല. പിന്നെ മുകളോട്ട് വരുന്ന ഇലയൊക്കെ കരിഞ്ഞാ വരുന്നത്. ഒരു 3-4 ഇല വന്നു കഴിയുമ്പോൾ പിന്നെ അങ്ങ് കരിഞ്ഞു പോവാം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്ന് പറയണേ, എന്തോ വൈകില്ല കാരണമെന്നൊക്കെ. നമുക്ക് കാണുമ്പോൾ സങ്കടം. ഞാൻ മിക്ക ആഴ്ചകളിലും ഇതിന്റെ വെള്ളം കോരി കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിന്റെ അകത്ത് മുഴുവൻ നമ്മുടെ മറ്റേ ചെറിയ ചെറിയ കായലോ ഒരു സംഭവം ഇല പോലത്തെ സംഭവം. പക്ഷെ ഇപ്പഴത്തേൻ്റെ അകത്ത് മറ്റേ നമ്മുടെ കായലിലൊക്കെ കാണുന്ന പായൽ പോലത്തെയാണ്. രണ്ടും 2 രീതിയിലാണ് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞ് ക്യാമറാമാൻ ഫ്രണ്ടിൽ വന്നിരുന്ന് ആ കുളമൊക്കെ എടുത്ത് മാറ്റി അവിടെ എല്ലാം നല്ല വൃത്തിയാക്കി ഒന്ന് കളിച്ച് മണ്ണൊക്കെ മാറ്റി തരുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ലെവലാക്കാൻ വേണ്ടി. ഒന്നാമത് ലെവലില്ല കിടക്കുക. ആ കൂട്ടത്തിൽ തന്നെ അവിടെ നിന്ന് ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ മാറ്റിക്കൊണ്ട് വരും, നമുക്ക് വേറെ ചട്ടിക്കകത്തൊക്കെ ആക്കാന്ന് വിചാരിച്ചുകൊണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു മുല്ലയും ഉണ്ട്, അത് നട്ട് വെച്ചേക്കാം. ആ ചവിട്ടരുന്നൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞാൻ തൂത്തൊക്കെ വൃത്തിയാക്കി കൊടുക്കാന്ന്. നമുക്ക് ചെടിയൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കാൻ വേണ്ടി. കൂട്ടത്തിൽ പനിക്കുറുക്കയൊക്കെ ഉണ്ട്. അല്ല, ഒന്നും കളയണ്ട, എല്ലാം പഴയതുപോലെ ആക്കാന്ന് പറഞ്ഞോണ്ട. എന്നിട്ട് ഞാൻ ഈ ചട്ടി എല്ലാം എടുത്തുകൊണ്ട് വെക്കുക. ഇത് 1, 2, 3, 4 വട്ടം ഞാനിങ്ങനെ മാറ്റിയും തിരിച്ചും എല്ലാം വെക്കുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ആദ്യം വെക്കും, പിന്നെ എടുത്ത് മാറ്റും, വീണ്ടും വെക്കും, എന്നിട്ട് വീണ്ടും വെക്കും. എനിക്ക് എങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നില്ല ഈ ഇത് കാണാൻ വേണ്ടി. ആയിട്ട് വീണ്ടും ഞാൻ എടുത്ത് മാറ്റും, വീണ്ടും തിരിച്ച് അപ്പുറത്ത് കൊണ്ടുവെക്കും, ഇപ്പുറത്ത് കൊണ്ടുവെക്കും. എനിക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയാ കാണിക്കുന്നതെന്ന്. ഏറ്റവും അവസാനം ഞാൻ വീണ്ടും ആ സിമെന്റ് കട്ടയൊക്കെ എടുത്ത് കൊണ്ടുവച്ച് അതിന്റെ മണ്ടയ്ക്ക് ചെടി വീണ്ടും വെക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ചെടികളും മാറിയും തിരിഞ്ഞു അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കൊണ്ട് നടന്ന് വെച്ചിട്ട് അവിടെ എല്ലാം ചുറ്റും കൊണ്ട് നടന്ന് ഞാൻ തിരിച്ച്
എങ്ങനെയൊക്കെയോ തിരിച്ചു കൊണ്ട് അങ്ങ് വെച്ച് എല്ലാ സ്ഥലവും. അവസാനം അങ്ങനെ എനിക്ക് ഇനി ഇരുന്നാൽ രാത്രി ആവുമെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് എല്ലാം വെച്ച് നല്ല ഇതായിട്ട് സെറ്റായിട്ട് ഇങ്ങനെ എല്ലാം വെക്കുന്നുണ്ട്. ഫ്രണ്ടിലെല്ലാം കല്ല് വെച്ചും താഴെയെല്ലാം കല്ല് വെക്കാത്തതും വെച്ച് അങ്ങനെ വേലി തിരിച്ച് അതുപോലെ തന്നെ വെക്കുക കേട്ടോ. കാരണം വേലിയൊക്കെ അടിച്ച് നമ്മൾ പഴയ ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുക. കാരണം ഇതൊരു ചെറിയ പണിയാണ്. ഇത് നല്ലാതെ കിടന്നു കഴിഞ്ഞാൽ ഒന്നാമത് നെറ്റ് പോലത്തെ ഒരു സാധനമാണ്. നമുക്ക് അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് കൊണ്ട് മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് കമ്പി അടിച്ച് കെട്ടി വെക്കണം. അല്ല ഈ 2-3 കമ്പി ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്ത് നല്ല രസമാണ്. അതായത് പെയിന്റ് കൂടെ അടിക്കാൻ നല്ല ഭംഗിയാന്നൊക്കെ വിചാരിച്ച് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് പെയിന്റ് കൂടെ അടിക്കാൻ നിന്നില്ല. അങ്ങനെ ഇതെല്ലാം കെട്ടി പെറുക്കിയൊക്കെ വെക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ അലിക്കുട്ടി കണ്ട് പൂന്തോട്ടം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. കുപ്പി കൊണ്ട് എന്തോ പരിപാടി ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. കുപ്പി കൊണ്ട് ഒരുപാട് കുപ്പികൾ ഇങ്ങനെ പറക്കൊണ്ട് വരുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ചെടിയൊക്കെ നട്ടു വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം കുപ്പി കൊണ്ട് എന്തൊക്കെയാ പരിപാടി ചെയ്യുന്നതെന്ന്. ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. എന്താണ് കുപ്പി കൊണ്ട് എന്തൊക്കെ പരിപാടി? ഇവിടെ ഇതെന്തോ സംഭവം? ഇതാണ് പൂച്ചെടി. പൂച്ചെടിയോ? അതെ, നമ്മൾക്ക് ചെടിച്ചട്ടി ഒന്നും മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മളെങ്ങും പോണ്ട. ഇവിടെ കളയുന്ന കുപ്പിയില്ലേ, ആ കളയുന്ന കുപ്പി നമ്മൾ വെട്ടി ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ നട്ടു വെക്കാം. കണ്ടോ എന്ത് ചെടിയാണ് നിൽക്കുന്നത്? ഇതെല്ലാം 10 മണിയാണ്. ഇതിനകത്തെല്ലാം 10 മണി ചെയ്തിരിക്കുന്നു. കാരണം കുപ്പി എങ്ങും കളയാൻ വേണ്ട, നമുക്കത് ഫലപ്രദമാക്കാം. പൂന്തോട്ടമൊക്കെ എന്തൊക്കെ ചെയ്തേ? എല്ലാം അടുക്കി തിരിച്ചങ്ങ് വെച്ചു. അടിപൊളിയാണല്ലോ പൂന്തോട്ടം കാണാൻ. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ചെടികളൊക്കെ നിൽപ്പുണ്ടല്ലോ. റോസാപ്പൂ നിൽപ്പുണ്ട്. ഇത് റോസ. ഇതാണെങ്കിൽ എല്ലാ ദിവസവും പൂരും. കണ്ടോ ഈ റോസാപ്പൂ? എല്ലാ ദിവസവും ഉണ്ട്. ഇതെല്ലാം ഓരോ റോസാക്കാരാണ്. ഇതെന്തുവാ ഈ ചെടി? ആ പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് പലയിടത്തും പല വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരുന്നതാ. നമുക്ക് പേരൊക്കെ ചോദിച്ചാൽ ഇനി ഞാൻ സ്വന്തമായിട്ട് 28 വെട്ടേണ്ടി. അപ്പൊ ഇതിന്റെ പേരെന്തുവാ? ദിസ് ഇസ് താമരക്കുളം. താമരക്കുളം. അതിനകത്ത് മീനൊക്കെ ഉണ്ടല്ലോ. ഇതിനകത്ത് മീനുണ്ട്, നമ്മുടെ ഇതുണ്ട്. എന്തോ അതിന് പറയുന്ന പേര്? പായലല്ല, എടിഞ്ഞടക്കം വെള്ളത്തിലുള്ള ഉണ്ട്. ഇത് മീനോ? അല്ല, വെള്ളത്തിലുള്ള ഇല്ല, സ്നെയില്, വാട്ടർ സ്നെയിൽ. കണ്ടോ മീനൊക്കെ. താമരയാണോ? അത് ആമ്പൽ. ഇതൊക്കെയാണ് നമ്മുടെ തോട്ടം അല്ലേ? അന്നേരം നമ്മുടെ ഈ പുനർക്രമീകരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.